പീസ് ആൻഡ് ജോയ്. ഫ്രാൻസിസും 12 ശിഷ്യന്മാരും തങ്ങൾ എഴുതിയ നിയമാവലിയുമായിട്ട് മാർപ്പാപ്പയുടെ സന്നിധിയിലേക്ക് അനുവാദത്തിനായിട്ട് പുറപ്പെടുകയാണ്. ആ സമയത്ത് തിരുസഭ നയിച്ചിരുന്നത് ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പയായിരുന്നു. ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പ തിരുസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള മാർപ്പാപ്പമാരിൽ ഒരാളായിരുന്നു. അന്നത്തെ കാലത്ത് പല രാജാക്കന്മാരും ഇന്നസെൻ്റ് മാർപ്പാപ്പയുടെ മുമ്പിൽ കീഴടങ്ങുകയും സാമന്ത രാജാക്കന്മാരായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ട്, അരഗോൺ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളിലെ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഒക്കെ ഈ ഇന്നസെൻ്റ് മാർപ്പാപ്പമാരുടെ സാമന്ത രാജാക്കന്മാരെ പോലെയാണ് കഴിഞ്ഞത്. ഫ്രെഡറിക് എന്ന വ്യക്തി, ഫ്രെഡറിക് രാജാവ്, ചക്രവർത്തിയായിട്ട് നിയുക്തനായിരിക്കുന്ന ഫ്രെഡറിക് ചക്രവർത്തി ജർമ്മനിയുടെ ചക്രവർത്തി ആകുന്നതിന് മുമ്പ് അദ്ദേഹം ഭരമേൽപ്പിക്കപ്പെട്ടത് ഈ ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പയുടെ സംരക്ഷണത്തിനായിട്ടാണ്. അതുപോലെ തന്നെ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ മൂല്യച്യുതികളും തകർച്ചകളും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഭക്തനും അതുപോലെ തന്നെ ശക്തനും വിശാല ഹൃദയനും എന്നാൽ അതോടൊപ്പം തന്നെ കാർക്കശ്യ സ്വഭാവമുള്ള മാർപ്പാപ്പയും ഒക്കെ ആയിരുന്നു ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പ. മാർപ്പാപ്പയ്ക്ക് അഗാധമായിട്ടുള്ള ജ്ഞാനമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കാര്യനിർവഹണത്തിൽ, നിർവഹണത്തിൽ വളരെ ശക്തമായ ഒരു നിലപാടെടുത്തിരുന്ന ഒരാളായിരുന്നു ഇന്നസെൻ്റ് മാർപ്പാപ്പ. അതുപോലെ തന്നെ രാജാക്കന്മാരും ചക്രവർത്തിമാരും അനേകം കർദിനാളന്മാരും എപ്പോഴും ആലോചനയിലും ചർച്ചയിലും ഒക്കെ ആയിട്ട് ഈ മാർപ്പാപ്പയുടെ സന്നിധിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ കത്തോലിക്ക സഭയെ നവീകരിക്കുന്നതിന് വേണ്ടി അനേകം പദ്ധതികൾ ഈ മാർപ്പാപ്പ ആ സമയത്ത് ആലോചിച്ചിരുന്നു. ഇങ്ങനെ വളരെയധികം കാര്യങ്ങളിൽ ഒരേ സമയത്ത് ഇടപെടുകയും ഒരേ സമയത്ത് വിശ്വാസരാഹിത്യവും അതുപോലെ പത്രീനി, വാൽഡസ് തുടങ്ങിയ പാഷണ്ഡതക്കാരുടെ ആക്രമണവും അതേ സമയത്ത് തന്നെ പല നാട്ടുരാജാക്കന്മാരുടെയും സാമ്രാജ്യങ്ങളുടെയും ഒക്കെ തിരുസഭയ്ക്കെതിരെയുള്ള ആക്രമണവും ഒരേപോലെ പ്രതിരോധിച്ച് നിർത്തുവാൻ കെൽപ്പുള്ളയാളായിരുന്നു ഈ പറയുന്ന ഇന്നസെൻ്റ് മാർപ്പാപ്പ. പക്ഷേ ആ സന്നിധിയിലേക്കാണ് വളരെ നീണ്ട യാത്രയ്ക്ക് ശേഷം പ്രാകൃതമായ ഒരു വേഷം പോലെ മുഷിഞ്ഞ് കീറിയ വസ്ത്രവും ധരിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ സന്നിധിയിലേക്ക് ഫ്രാൻസിസും 12 സഹോദരങ്ങളും കൂടി കയറി ചെല്ലുക. മാർപ്പാപ്പ ലാറ്ററൻ ദേവാലയത്തിലായിരിക്കുന്ന അവസരത്തിലാണ് മാർപ്പാപ്പയുടെ മുമ്പിൽ വലിയ അധ്വാന ഭാരത്താൽ വളരെയധികം കലുഷിതമായ മനസ്സുമായിട്ട് നിൽക്കുന്ന മാർപ്പാപ്പയുടെ മുമ്പിലേക്ക് ഈ പൊക്കം കുറഞ്ഞ എളിയ മനുഷ്യനും കൂടെ ദുർഗന്ധം വമിക്കുന്ന, അതായത് വളരെ നേരത്തെ യാത്രയും അതുപോലെ അധ്വാനവും ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട ഒരുക്കങ്ങളൊന്നും ഇല്ലാതെയാണ് മാർപ്പാപ്പയുടെ മുമ്പിലേക്ക് ഈ നിയമാവലിയായിട്ട് ചെന്നത്. അവർ ചെന്നു. മാർപ്പാപ്പ ചോദിച്ചു, നിങ്ങൾ ആരാണ്? വളരെ കാർക്കശ്യമായ ശബ്ദം. അവർ ഭക്തിയോടുകൂടി അതോടൊപ്പം തന്നെ ഭയത്തോടുകൂടി മാർപ്പാപ്പയോട് പറഞ്ഞു, ഞങ്ങൾ സുവിശേഷം പ്രഘോഷിക്കാനുള്ള അനുവാദം ചോദിച്ചു വന്നതാണ്. മാർപ്പാപ്പ ചോദിച്ചു, നിങ്ങളാണോ സുവിശേഷം പ്രഘോഷിക്കുന്നത്? കാരണം അവരുടെ വസ്ത്രത്തിൽ നിന്ന് ആ സമയത്ത് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രമാത്രം വിയർത്തൊലിച്ച് തളർന്നാണ് അവർ മാർപ്പാപ്പയുടെ മുമ്പിലെത്തിയത്. ആ പാവപ്പെട്ട സഹോദരങ്ങൾക്ക് മാർപ്പാപ്പയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനോ അല്ലെങ്കിൽ ചെല്ലാനോ ഉള്ള വസ്ത്രങ്ങളോ വേഷഭൂഷാദികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നഗ്നപാതരായിട്ട് അവർ കയറി ചെന്നു. മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വല്ല പന്നികളോടും സുവിശേഷം പ്രഘോഷിക്കുക. മാർപ്പാപ്പ ആ സമയത്ത് അങ്ങനെ പറഞ്ഞത് അതിലൊരു ദൈവഹിതമുണ്ടെന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയെ താണു വണങ്ങി അതിനുശേഷം സന്നിധിയിൽ നിന്ന് 12 പേരും കൂടി ഇറങ്ങിപ്പോവുകയാണ്. മാർപ്പാപ്പ നോക്കി, ഇവരൊരു ശബ്ദം പോലെ എതിർത്ത് പറഞ്ഞില്ല. പത്രീനിക്കാരോ വാൽദസുകാരോ ആണെങ്കിൽ ഇവിടെ കിടന്ന് ബഹളം വെക്കുകയും പല ആരോപണങ്ങൾ കൊണ്ട് സഭയെ അധിക്ഷേപിക്കുകയും മാർപ്പാപ്പയെ അവഹേളിക്കുകയൊക്കെ ചെയ്യുക പതിവാണ്. എന്നാൽ ഇവരാവട്ടെ ഒന്നും മിണ്ടിയില്ല, ശാന്തമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതിനുശേഷം മാർപ്പാപ്പ ഓർത്തു, ഇവരാരായിരിക്കും? എങ്കിലും അതിനേക്കാൾ ഏറെ ഗൗരവമായ കാര്യങ്ങളിലൂടെ ചർച്ചകൾ നീണ്ടുപോയി. മാർപ്പാപ്പ അന്ന് സായന്തനമായപ്പോൾ പ്രാർത്ഥന അധ്വാനമൊക്കെ കഴിഞ്ഞ് മാർപ്പാപ്പ വിശ്രമിക്കാനായിട്ട് വളരെ നേരത്തെ കിടക്കുകയാണ്. കാരണം അന്നേ ദിവസം ഏറ്റവും ക്ഷീണം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. മാർപ്പാപ്പ തളർന്നുറങ്ങുമ്പോൾ ഒരു വലിയ സ്വപ്നമുണ്ടാവുകയാണ്. അതിഭീകരമായ സ്വപ്നം. ഒരു വലിയ കൊടുങ്കാറ്റും ഭൂകമ്പവും റോമ നഗരിയെ മുഴുവനും പിടിച്ചുലയ്ക്കുകയാണ്. അത് സഭയുടെ വലിയ മനോഹര ദേവാലയങ്ങളൊക്കെ തകർക്കുന്ന രീതിയിൽ ശക്തി പ്രാപിക്കുന്നു. ഒടുവിൽ ലാറ്ററൻ ദേവാലയം കുലുങ്ങി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് നിലംപൊത്തുവാൻ പോവുകയാണ്. അപ്പോൾ എവിടെ നിന്നോ ഒരു ഭിക്ഷാടകനായ ഒരു യുവാവ് ഓടിയടുക്കുകയാണ്. മാർപ്പാപ്പ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അടുത്ത് വരരുത്, ദേവാലയം പള്ളി ഇടിഞ്ഞു വീഴാൻ പോവുകയാണ്. അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാതെ ഓടി ഇതിന് കീഴേക്ക് വരികയാണ്. ഭീമാകാരമായ സ്ട്രക്ചറാണ് ലാറ്ററൻ ദേവാലയം.
ആ ദേവാലയം ഈ മനുഷ്യൻ്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീണ് അദ്ദേഹം ചതഞ്ഞരഞ്ഞ് കൊല്ലപ്പെടുമെന്ന് മാർപ്പാപ്പയ്ക്ക് മനസ്സിലായി. മാർപ്പാപ്പ പറഞ്ഞ് അടുത്തേക്ക് പോകരുതേ, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇടിഞ്ഞ് നിങ്ങളുടെ മുകളിൽ വീഴും. പക്ഷേ ആ മനുഷ്യൻ അതൊന്നും കേൾക്കാത്ത രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ല. ആ ഭീകരമായ ശബ്ദത്തിനിടയിൽ ആ ഭയാനകമായ ദൃശ്യത്തിൽ വീണ്ടും കാണുന്നത് ആ മനുഷ്യൻ ചെന്നിട്ട് ആ ചെരിഞ്ഞ് വീഴാറായ ആ ലാറ്ററൻ ദേവാലയത്തിൻ്റെ ചുവരിൽ പിടിച്ച് ശക്തമായിട്ട് തള്ളുകയാണ്. അത്ഭുതം എന്ന് പറയേണ്ടു. ആ ദേവാലയം നേരെയാകുന്നു, കാറ്റ് ശമിക്കുന്നു, ഭൂകമ്പം ശാന്തമാകുന്നു. ഇടിഞ്ഞു വീഴാറായ ആ ദേവാലയത്തിൻ്റെ തൂണുകൾ അദ്ദേഹം ചുമരുകൊണ്ടും അതുപോലെ തന്നെ കൈകൊണ്ടുമൊക്കെ തള്ളി അത് നേരെ എത്തിക്കുകയാണ്. അങ്ങനെ എത്തുന്ന അവസരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഇതാണ്, അവിടെ ശക്തമായിട്ടുള്ള ഒരു പ്രകാശം നിറയുകയാണ്. മാർപ്പാപ്പ പെട്ടെന്ന് അത് ആരാണെന്നറിയാനായിട്ട് നോക്കി. തൻ്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസം വന്ന ആ സംഘത്തിൻ്റെ തലവനായിട്ടുള്ള യുവാവാണിതെന്ന് തിരിച്ചറിയുകയാണ്. മാർപ്പാപ്പ പെട്ടെന്ന് അത്ഭുതത്തോടുകൂടി ആ മനുഷ്യൻ്റെ പേരെന്താണെന്ന് ചോദിക്കാൻ തുനിയവേ സ്വപ്നം കഴിഞ്ഞു. അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുകയാണ്. അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി, ഇത്ര കലുഷിതമായ സാഹചര്യത്തിൽ ധൈര്യത്തോടെ വന്ന ഈ മനുഷ്യനാണോ ഇനി സഭയെ നവീകരിക്കാനുള്ളത്? പിറ്റേ ദിവസം ആദ്യം തന്നെ മാർപ്പാപ്പ ഈ മനുഷ്യനെ തിരയുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ കൂട്ടാളികളെ അയക്കുകയാണ്. അവർ റോമയുടെ പല തെരുവുകളിലും പോയി അന്വേഷിച്ചു. അവിടെ എങ്ങും അദ്ദേഹത്തെ കണ്ടില്ല. ഒടുവിൽ നഗരത്തിൻ്റെ അതിർത്തിയിലെ ഒരു പന്നിക്കുഴിയിൽ നിന്ന് സുവിശേഷം പ്രഘോഷിക്കുന്ന ഫ്രാൻസിസിനെയും കൂട്ടാളികളെയും കാണുകയാണ്. ഫ്രാൻസിസിനെയും കൂട്ടാളികളെയും മാർപ്പാപ്പ അന്വേഷിക്കുന്നു, വേഗം വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാർപ്പാപ്പയുടെ സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ ആ സന്നിധിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ മുഷിഞ്ഞ വേഷവുമായിട്ട് വരണ്ട, കുളിച്ചിട്ട് വരാനായിട്ട് അവർ പറയുന്നു. മാർപ്പാപ്പ വിളിച്ചതാണ്, ഞങ്ങൾ താമസിക്കുന്നില്ല. അദ്ദേഹം തൻ്റെ കൂട്ടാളികളോടുകൂടെ ആ പന്നിക്കുഴിയിൽ നിന്ന് കയറിയ വേഷവുമായിട്ട് ചെല്ലുക. മാർപ്പാപ്പ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? പറഞ്ഞു, ഞങ്ങൾ പന്നികളുടെ അടുക്കൽ സുവിശേഷം പ്രഘോഷിക്കുകയായിരുന്നു. മാർപ്പാപ്പ അത്ഭുതത്തോടെ ആനന്ദത്തോടു കൂടി അവരുടെ നേരെ നോക്കി. ഇത്രമാത്രം അനുസരണ ചൈതന്യത്തിൽ ഇവര് ആരാണ്? മാർപ്പാപ്പ ചോദിച്ചു, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? സുവിശേഷം പ്രഘോഷിക്കാനുള്ള അനുവാദം തരണം. മാർപ്പാപ്പയുടെ ഉള്ളിൽ വലിയ സന്തോഷമായി. സുവിശേഷം കൊണ്ട് മാത്രമേ സഭ നവീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്ന പോലെ മാർപ്പാപ്പയ്ക്ക് തോന്നുകയാണ്. മാർപ്പാപ്പ പറഞ്ഞു, മക്കളെ, ഈ ഒരു സന്നിധിയിൽ നിൽക്കേണ്ടത് കുറച്ചുകൂടി നിങ്ങൾ കുളിച്ചൊരുങ്ങി നിങ്ങൾ വരിക. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണ്. ഞാൻ നിങ്ങൾക്ക് സമയം തരാം. 2 ദിവസം നിങ്ങൾ വിശ്രമിച്ച് നല്ല വസ്ത്രങ്ങളുമൊക്കെ ആയിട്ട് വരിക. നിങ്ങളിപ്പോൾ വളരെയേറെ തളർന്നിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ച് ആരോഗ്യത്തോടെ വരിക എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് മാർപ്പാപ്പ അവരെ അയക്കുകയാണ്. അനുസരണം അത് പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിനുള്ള പരിപൂർണ വിധേയപ്പെടലാണ്. അത് ആരിൽ നിന്ന് വന്നാലും അത് ഒരിക്കൽ പൂർണ്ണമായി സമർപ്പിച്ചവന് അതിനൊരു വീണ്ടും വിചാരമില്ല. കലപ്പയിൽ കൈവച്ചിട്ട് പുറകോട്ട് നോക്കേണ്ടതില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്ന അധികാരികളുടെ നിലപാടുകളും അവരുടെ സ്വഭാവവുമൊക്കെ ഒരുപക്ഷെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന അവസ്ഥകളുണ്ടോ? നമ്മൾ ദൈവത്തോടാണ് അനുസരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരിൽ നിന്ന് വന്നാലും ദൈവഹിതത്തിന് ആമേൻ പറയാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.